2020 മാത്രമേ അച്ഛനെ ടിക്കറ്റ് എവിടെ എല്ലായിടത്തും ഫുള്ളാണളിയാ. ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞൊന്ന് ബുക്ക് ചെയ്ത് ഇപ്പൊ നോക്ക്. അതങ്ങനെ ട്രെയിലറൊക്കെ കണ്ടതല്ലേ, മമ്മൂട്ടിയുടെ കിടിലൻ ലുക്കും ഡയലോഗ് ഡെലിവറി ഒക്കെ തിയേറ്ററുകൾ നിറഞ്ഞ് കവിയും. അപ്പൊ എന്ത് മോഹൻലാൽ ഇല്ലേ പടത്തില്? അത് കുറച്ചു നേരമല്ലേ, ബാക്കി മമ്മൂട്ടിയാണ് അതിന്റെ അത് സ്കോർ ചെയ്യണത്. പൊന്നളിയാ, ലാലേട്ടൻ വന്നാൽ മാത്രമേ മമ്മൂട്ടിക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ നോക്കണ്ട, ഒന്നും നടക്കൂല. എന്ത് മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ടാ മതി. സ്ക്രീൻ പ്രസൻസ് കൊണ്ട് മാത്രം പടം വർക്കൗട്ട് ആവൂല, മനസ്സിലായ? അത് ആദ്യം ചിന്തിക്കണം. ലാലേട്ടൻ വന്ന് മമ്മൂട്ടി നീ ബ്രഹ്മയും സിനിമ വേണ്ട, അതിന്റെ അകത്ത് പ്രകടനം ഉണ്ട്. അതൊക്കെ അഭിനയം എന്ന് പറയുന്നത്. പുള്ളിക്കാരന് 76 വയസ്സായാലും ഈ പ്രായത്തിലും പരീക്ഷണങ്ങൾ കാണിക്കാൻ പുള്ളിക്കാരന്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നിന്റെ ലാലേട്ടൻ ഉണ്ടാ. അത് ശരിയാണ്, ബ്രഹ്മത്തിലെ മമ്മൂട്ടിയെ പോലെ ഈയുടെ മോഹൻലാൽ ആ ഒരു സ്റ്റൈൽ തന്നെ ഉള്ളു. അല്ല മമ്മൂട്ടിക്ക് എത്ര 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 പുതു പുതു സംവിധായകർക്കാണ് അവസരം. 2020 കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നേ 2020 ഉള്ളു. അപ്പൊ ഒരു മിനിറ്റ് എപ്പോ എടുക്കാവേ? അയ്യോ യമ്മനി എന്താ കാണിക്കുന്നു, ഒന്ന് നിർത്തുന്നുണ്ടോ? മോഹൻലാൽ മമ്മൂട്ടി നിങ്ങൾ ആട്ടി കൂടിയിട്ട് ഒരു കാര്യവും ഇല്ല. പടം നല്ലതാണെങ്കിൽ ഹിറ്റ് ആവും. ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട വഴി നോക്ക്. വെറുതെ അടിപൊളി സമയം കളഞ്ഞു. ഇവള് പറഞ്ഞത് കറക്റ്റ്. അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും സൗണ്ട് കോട്ടയുള്ള ഒരു ഫെസിലിറ്റി ഏതെങ്കിലും ഒരു തീരുന്നത് ബുക്ക് ചെയ്യാ. അതുകൊണ്ട് തന്നെ അല്ലേ മച്ചാനെ രാവിലെ മുതൽ 360 സിനിമാസിൽ ടിക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ല നിങ്ങൾ എന്ത് നോക്കൊണ്ടിരിക്കുകയാണ്? അതെ, നിങ്ങൾ നേരെ വിട്ടോളി. നമ്മളെ മറിയാ മാളിലുണ്ടല്ലോ, മറിയാ മാളിലുള്ള 360 സിനിമാസിന് പാട്രിയോട്ട് വിവരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് ശരിയാ, അവിടെ ആവുമ്പോ ഫ്രീ പാർക്കിംഗും ഉണ്ട്. മഴയെത്തും മുൻപത്തെ മമ്മുക്കായോ കോളേജിൽ പിള്ളേരുടെ സ്വന്തക്കാരൻ